നീല കളഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു ശശിയേട്ടൻ വിളിക്കുന്നത്, ജയശനി വേഗം വാ, നിറച്ച് മീനുണ്ടെന്ന് തോന്നുന്നു, നമ്മളൊരു വലയിളക്കാന്ന് പറഞ്ഞു. അങ്ങനെ ജയശേട്ടൻ പോകുന്നേരം ഞാനും പോയിട്ടോ ഒപ്പരം. അവിടെ പോയി നോക്കുന്നേരം നിറയെ ചെറിയ ചെറിയ ഫൈബർ വള്ളങ്ങളിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്നത്. അതും നമ്മളെ കരയോട് അടുപ്പിച്ച് തന്നെ, അധികം ദൂരോട്ടൊന്നല്ല, നിറച്ചുണ്ട് കേട്ടോ. എൻ്റെ ഫോണിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ മിന്നാമിനിങ്ങില്ല, അതുപോലെ നിറയെ ആടയും ഇവിടെ. ജയശേട്ടനാട്ടോ ഈ കടലിലേക്ക് ഇറങ്ങിപ്പോന്ന വലയും കൊണ്ട്. ഞാൻ ഇതെല്ലാം നോക്കി നമ്മളെ കരക്കാടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞവരുണ്ട് കണ്ടോ, വലയൊക്കെ തിരിച്ചെടുത്ത് വരുന്നു. ജയശേട്ടനും ശശിയേട്ടനും കേട്ടോ പിന്നെ ഇറങ്ങിയ. ബാക്കി എല്ലാവരും ഇങ്ങനെ കരയുന്നു, ബാക്കി സഹായങ്ങളൊക്കെ ചെയ്യുന്നല്ലാണ്ട് കടലിലേക്ക് ഇറങ്ങുക ജയശേട്ടനും ശശിയേട്ടനും വന്നേ. ആദ്യം ഇട്ട വലയില്ലേ, അതിൽ കിട്ടിയ മീനാന്നേ ഇവര് വേർതിരിച്ചെടുക്കുന്ന ഞണ്ടിനെ മീനെല്ലാം കേട്ടോ. ജീവനുള്ള കൂന്തൽ, നമ്മളിവിടെ കൂന്തൽ എന്ന് പറയും, വേറെ സ്ഥലത്ത് കണവ എന്ന് പറയും. ഇത് കോലി കേട്ടോ, എല്ലാത്തിനും ജീവനുണ്ട്. ഏട്ടയും കൂന്തളും കോലിയും ഞണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മീനുണ്ടേനെ കണ്ടോ. എല്ലാവരും കൂടി വലയിന്ന് വേർപെടുത്തി എടുക്കട്ടോ. ആ കൊല്ലം ഈ സമയത്ത് ഇങ്ങനെയാണേ, നിറച്ച് മീനുണ്ടാവും. അന്നേരം ഇവരൊക്കെ കടപ്പുറം തന്നെയാണ് ഉണ്ടാവുക. നമ്മളെ നാട്ടിൽ ഏകദേശം ഏട്ടന്മാർ ഈ സമയത്ത് കടപ്പുറം തന്നെയാണേ ഉണ്ടാവുക. ഓരോ ഭാഗത്ത് ഇങ്ങനെ വലയിട്ടിട്ട് ഞണ്ടും മീനൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടേ നിൽക്കും. നമ്മൾ പോയ സമയത്തും അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ വേറെ വേറെ ഏട്ടന്മാരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യമെല്ലാം കിട്ടുന്ന നേരം കറി വെച്ചാലും ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കേ. പിന്നെ പിന്നെ നമുക്കൊരു മടുപ്പ് വരും, കൂട്ടി കൂട്ടി കൂട്ടി. കണ്ടോ നീലക്കാലം ഞണ്ട് കുറേ കിട്ടീനേ ഇവലെ വലയിൽ. അതിനെ തിരിച്ചും മറിച്ചൊക്കെ പിടിച്ചും പിന്നെ പോസ്റ്റിന്മേൽ ഇരിപ്പിച്ചെല്ലാം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടു. അത് നല്ല ഇരുന്നേരുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വലയെടുത്താൽ അതിലുണ്ടേനു കേട്ടോ കുറേ ഞണ്ടും മീനൊക്കെ. എല്ലാം കഴിഞ്ഞ് അവസാനം ഇത് ഓതി വെക്കല കേട്ടോ പരിപാടി. ശശിയേട്ടൻ ഇഞ്ഞ് ചെയ്യുമെന്ന് പറയുന്നത്, ഗിരീശേട്ടൻ ഇഞ്ഞ് ചെയ്യുമെന്ന് പറയുന്നത്, അവസാനം ജയശേട്ടൻ മരങ്ങളിൽ അങ്ങോട്ടേക്ക് ഞാൻ ഓതിച്ചിടാം. അങ്ങനെ 4 നീല ഞണ്ടിനെ നമ്മൾ എടുത്തിട്ടോ. തലേദിവസം കുറേ കൂന്തളൊക്കെ തിന്നതിനെ കൊണ്ട് അധികം വേണ്ടാന്ന് പറഞ്ഞ് അതുമാത്രം നമ്മളെടുത്ത് ബാക്കിയുള്ള മീൻ 4 ഓതി വെച്ച് 4 ആളും എടുത്തിട്ടോ. കുറേ ദിവസത്തേക്ക് നമ്മൾ ഞണ്ട് പിടുത്തവും വലയിളക്കലും സംഭവങ്ങളൊക്കെ ആയിട്ട് കടപ്പുറം തന്നെയായിക്കോട്ടോ ഉണ്ടാവുക.